പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നു പോകുമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ പോരാട്ടം, നവകേരള യാത്രയ്ക്കിടയിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരക്രമമൊന്നും കാണിച്ചില്ല, അവർ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് എന്ന് ഞങ്ങൾ മറക്കില്ല, മറക്കാൻ പറ്റില്ലല്ലോ. അതായത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അത് ഞങ്ങൾ മറക്കില്ല. ശ്രീ കെ ജി ജ്യോതിർഘോഷ്, നമ്മൾ നേരത്തെ കേട്ട വി.ഡി. സതീശന്റെ പ്രതികരണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, അവർ കൊണ്ട തല്ല്, അവർ കൊണ്ട അവരേറ്റ മർദ്ദനം, അതൊന്നും ഞാൻ മറക്കില്ല, അതങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത്. പക്ഷേ നോക്കൂ, ഇപ്പോൾ എം.ആർ. അജിത് കുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാകുമോ? അറിയില്ല, ഉറപ്പില്ല. അതാണ് സ്ഥിതി. അത് മാത്രമല്ല, ഇപ്പോൾ കെ.എസ്.യുവിന്റെ സംസ്ഥാന അധ്യക്ഷന് കാണാൻ കാത്തിരിക്കേണ്ടി വരികയാണ്, കെ.പി.സി.സിയുടെ ജനറൽ സെക്രട്ടറിക്ക് കാണാൻ കാത്തിരിക്കേണ്ടി വരികയാണ്. വിമർശനം ഉന്നയിക്കുന്നവരെ കാണാനും അവരെ ഒന്ന് കേൾക്കാനും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? അത് വളരെ ലളിതമായ ഒരു വിഷയമാണത്. കാര്യം നമുക്ക് അതിനെ ഒരു യഥാർത്ഥ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ഈ ലീഡർമാരെ നിയമിക്കുന്നതിൽ എന്താണ് ഈ ഒരു കോളേജിൻ്റെ യൂണിറ്റ്, കെ.എസ്.യുവിൻ്റെ യൂണിറ്റ് ഭാരവാഹികൾക്ക് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചതിൻ്റെ മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് പറഞ്ഞത്. അത് അടക്കി വെച്ച അമർഷം പുറത്തുവിട്ടിട്ടാണ് പറയുന്നത് സാധനം. അതേസമയത്ത് ക്യാബിനറ്റ് മീറ്റിങ്ങിന് ശേഷം, ക്യാബിനറ്റ് ഡിസിഷൻ എടുത്ത തീരുമാനത്തിന് ശേഷമാണ് ഈ കെ.എസ്.യുക്കാർ ഈ തങ്ങളുടെ കുഞ്ഞുങ്ങളേറ്റ മർദ്ദനത്തെക്കുറിച്ച് മറക്കില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ രണ്ട് വൈകാരിക അവസ്ഥയിലാണ് ഈ രണ്ട് രീതിയിൽ പ്രകടനം നടത്തിയിരിക്കുന്നത്. ഇത് വളരെ ലളിതമാണെന്ന് പറയാൻ കാരണം, ഈ വി.ഡി. സതീശൻ അധികാരത്തിൽ വരുന്നത് ഈ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ സാങ്കേതികത്വത്തെ പരാജയപ്പെടുത്തിയിട്ടാണ്. കാരണം ജനാധിപത്യത്തിന് രണ്ട് സംവിധാനങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സംഗതി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സാംസ്കാരിക തലം, അതിൻ്റെ മൂല്യതലമാണ്. അതാണ് ഏറ്റവും പ്രധാനം. അത് എവിടെയെങ്കിലും ശോഷിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സാങ്കേതികത വളരെ ശക്തമാക്കി വെച്ചിരിക്കുന്നത്. സാങ്കേതികമായിട്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഈ പാർലമെൻ്ററി പാർട്ടിയുടെ ഭൂരിപക്ഷം നോക്കുകയായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്നത് കെ.സി. വേണുഗോപാലാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലായിരുന്നു എങ്കിൽ പോലും. പക്ഷേ അതിനെ പരാജയപ്പെടുത്തി ആ സാങ്കേതികതയ്ക്ക് മേൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ സാംസ്കാരിക വശം വിജയം നേടിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി തുടരുന്നത്. അപ്പോൾ നമുക്ക് സംഗതി ആലോചിക്കാവുന്നേ ഉള്ളൂ, എന്താണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മത്സരം വരാൻ കാരണമെന്നുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രസ്താവനകൾ ഇറക്കിയ വ്യക്തികൾ, അതേപോലെ തന്നെ മാത്യു കുഴൽനാടൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഈ ഗവൺമെൻറ്റിനെ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ അധികാരത്തിലേറ്റിയത്, അത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര നീട്ടമായിരുന്നു. അതൊക്കെ വളരെ വ്യക്തമാണ് എവിടെയാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു പുതിയൊരു നറേറ്റീവ്, ഇപ്പം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ആക്രമണവും, ഒരുപക്ഷെ പ്രതിപക്ഷം അദ്ദേഹത്തിന് ഭരിക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം തീവ്രമായ ഒരു ആക്രമണമോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഒന്നും തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ആഭ്യന്തര പ്രശ്നം കൊണ്ടായിരിക്കാം. യെസ്, അതാണ് അതിലേക്കാണ് ഞാൻ വരുന്നത്. ഉദാഹരണത്തിന് അദാനി വിഷയത്തിൽ മുഖ്യമന്ത്രി അത്യാവശ്യം ഒരു വ്യക്തമായിട്ടൊരു മറുപടി നിയമസഭയിൽ പറഞ്ഞതാണ്. പക്ഷേ ഈ അദാനിയെയും ബി.ജെ.പിയെയും കണക്ട് ചെയ്തുകൊണ്ട് കെ.സി. വേണുഗോപാൽ നടത്തിയ, പെട്ടെന്ന് നമ്മൾ പ്രഥമ ദൃഷ്ടിയാ നോക്കിയാൽ വലിയ അപകടമൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ ഒരൊറ്റ പ്രഖ്യാപനമാണ് ഈ വിഴിഞ്ഞം വിഷയത്തെ ഇത്രയും വലിയ ആളിക്കത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിന് തുടർന്ന് വരുന്ന ഒരു നറേറ്റീവ് ശ്രദ്ധിച്ച് നോക്കണം. വി.ഡി. സതീശൻ കേരളത്തിൻ്റെ അല്ലെങ്കിൽ RSSൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ പ്രതിനിധിയായിട്ടാണ് വി.ഡി. സതീശൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു നറേറ്റീവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കോൺഗ്രസിനകത്ത് നിന്നുണ്ടാവുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ പ്ലീഡർമാരുടെ പ്രശ്നം, നമ്മൾ ഈ കോൺഗ്രസിനെ പോലൊരു പാർട്ടി അല്ലെങ്കിൽ കെ.എസ്.യുവിനെ പോലൊരു സംഘടനയൊക്കെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മെരിറ്റ് നോക്കാതെ പാർട്ടി മാത്രം നോക്കി വേണം നിയമനം നടത്താൻ എന്ന് ഒരു വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ CPM ഒക്കെ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതാണ്. സർവകലാശാലകളാണെങ്കിലും PSC ആണെങ്കിലും എല്ലാ സ്ഥാപനങ്ങളും മെരിറ്റ് എവിടെയാണോ ആവശ്യമുള്ള സംഗതികൾ അവിടെയെല്ലാം പാർട്ടിക്കാരെ തള്ളിക്കയറ്റി
അത്തരം സ്ഥാപനങ്ങളെല്ലാം ഇപ്പം നമ്മൾ എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയൊക്കെ എടുത്ത് നോക്കി അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെയൊക്കെയാണ് ഈ കോൺഗ്രസിനകത്ത് സാധാരണ ജനങ്ങൾക്ക് ലേശം ഇപ്പോഴും ഈ ഒരു പ്രതീക്ഷ അവശേഷിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ പ്രീഡർമാരുടെ നിയമനം എടുത്ത് നോക്കുക. അവിടെ ഒരു ആദ്യം പിന്നെ പാർട്ടിയിൽ നിന്നുണ്ടായിരുന്ന ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഈ ABVP പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ നിയമിച്ചു. പിന്നെ ഇപ്പോൾ SFIയുടെ എന്ന് പറയുന്നു, SFIയുടെ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ നിയമിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു അക്കോമഡേഷൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ മാത്രമേ നടക്കത്തുള്ളൂ. ഏതെല്ലാം രീതിയിലാണ് ഈ പറഞ്ഞതുപോലെ SFI ആയിട്ടുള്ള ധാരണ അടിസ്ഥാനത്തിലാണോ ഒരു മുൻ SFI പ്രവർത്തകയെ അല്ലെങ്കിൽ നേതാവിനെ ലീഡറാക്കിയത്, അതോ ABVPയോ അതല്ലെങ്കിൽ പിന്നെ സംഘപരമായിട്ടുള്ള ധാരണ അടിസ്ഥാനത്തിലാണോ? ഇത് ഒരു ഗവൺമെൻറ് ലീഡറിൻ്റെ നിയമനത്തിൽ അതിനകത്ത് വരുന്ന കടന്നുകൂടുന്ന ഈ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, മറ്റേ ലയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ പെട്ടവരെ ഇവരെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ഒരു നറേറ്റീവിലേക്ക് ക്രിയേറ്റ് ചെയ്യുകയും ഇതിനകത്ത് ഈ ജനായത്വത്തിന് നമ്മൾ കൂട്ടുപിടിക്കുക. ജനായത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് തോന്നുന്നത് എപ്പോഴും പറയാനുള്ള സംഗതിയല്ല. അത് ജനായത്വത്തിലെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അതിൻ്റെ സാംസ്കാരിക വശം എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഒരു വിഷയം ഒരു കോൺഗ്രസിൻ്റെ ഒരു KSUവിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നേതാവായിക്കോട്ടെ, ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെ സംരക്ഷിക്കണം, പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കണം, ഭരണത്തെയും സംരക്ഷിക്കണം. ഈ 3 സംഗതിയും കൂടെ ചേരുമ്പോൾ മാത്രമായിരിക്കും അത് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇത് വരുന്നത്. ഇവിടെ നേരത്തെ കാരശ്ശേരി മാഷൊക്കെ പറയുകയുണ്ടായി കോൺഗ്രസിനകത്തു നിന്നുള്ള ഒരു ഈ പ്രതികരണങ്ങളൊക്കെ പണ്ടും വിമർശനങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വിമർശനം ഈ മെറിറ്റിലാണോ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിമർശനം, അതോ പാർട്ടിക്കുള്ളിലെ ഈ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ഒരു വിഭാഗീയതയുണ്ട്, ഒരു മത്സരമുണ്ട്, ആ മത്സരത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണോ ഈ വിമർശനം വന്നത് എന്നുള്ളതാണ്. മറിച്ച് ഈ ഗവൺമെൻറ് ഒരു തെറ്റാണോ എന്നുണ്ടെങ്കിൽ മെറിറ്റിൽ ആ തെറ്റിനെ ചോദ്യം ചെയ്യുന്ന വിമർശിക്കുന്ന നമുക്ക് സ്വാഗതം ചെയ്യാം. പക്ഷേ മറിച്ച് ഒരു വിഭാഗത്തിൻ്റെ താല്പര്യത്തിന് അനുസൃതമായിട്ട് മുഖ്യമന്ത്രിയെ ഈ പറഞ്ഞതുപോലെ പരമാവധി അസ്വസ്ഥനാക്കുകയോ അല്ലെങ്കിൽ പ്രഷറിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ പ്രതിച്ഛായ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ വിമർശനം എന്നുള്ളതാണ് സാധാരണ ജനങ്ങളായ നമ്മളെപ്പോലുള്ളവർക്ക് ഉണ്ടാകുന്ന സംശയം.